ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സമൂഹം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതും അമ്മയോടുള്ള പ്രത്യേകമായ വണക്കം സൂക്ഷിക്കുന്നതും നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന, എത്രയും ദയയുള്ള മാതാവേ എന്നാരംഭിക്കുന്ന ആ ഒരു പ്രാർത്ഥന, അതറിയാത്തവര് കത്തോലിക്കരുടെ ഇടയിൽ വളരെ ചുരുക്കമായിരിക്കും. എന്നാൽ ഈ പ്രാർത്ഥനയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല. ഇന്ന് നാം പരിചയപ്പെടുന്ന വിശുദ്ധ ബെർണാർദാണ് എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥന നമുക്കായിട്ട് നൽകിയത്. വിശുദ്ധ ബെർണാർദിനെ ഒന്ന് അടുത്തറിയാൻ ഈ ഒരു എപ്പിസോഡിലൂടെ നമുക്കൊന്ന് പരിശ്രമിക്കാം. ആയിരത്തി 900 അതായത് 11-ാം നൂറ്റാണ്ടിലെ അവസാനത്തില് ഫ്രാൻസിലെ ബർഗുണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് വിശുദ്ധ ബെർണാർദ് ജനിക്കുന്നത്. 7 മക്കളുള്ള ആ കുടുംബത്തില് മൂന്നാമനായിട്ടാണ് ബെർണാർദ് ജനിച്ചു വീഴുന്നത്. 6 ആൺമക്കളും ഒരു സഹോദരിയും അടങ്ങുന്ന ആ കുടുംബത്തെ മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിലെ തന്നെ ക്രൈസ്തവ മൂല്യങ്ങളിലും വിശ്വാസത്തിലും അവരെ വളർത്താൻ പ്രത്യേകം പരിശ്രമിച്ചിരുന്നു എന്ന് അവരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കുഞ്ഞുനാളിലെ തന്നെ ബെർണാർദിനെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ വിളിച്ചിരുന്നത് ധർമ്മിഷ്ഠൻ എന്നാണ്. കാരണം ഏറ്റവും കൂടുതലായിട്ട് നീതിയോടെ പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുന്നതിൽ വളരെ താല്പര്യമെടുക്കുകയും ചെയ്ത ഒരു കുഞ്ഞായിരുന്നു ബെർണാർദ്. അമ്മയൊക്കെ മരിച്ചതിന് ശേഷം 23-ാമത്തെ വയസ്സിലാണ് ബെർണാർദ് തൻ്റെ 5 സഹോദരങ്ങളോടൊപ്പം അവിടെ അടുത്തുള്ള ഒരു സിസ്റ്റേഴ്സ്യൻ ആബി, അതായത് ഒരു ആശ്രമത്തിലേക്ക് പരിത്യാഗ പ്രവർത്തനങ്ങളെ കൊണ്ടും ജീവിത ശൈലികളെ കൊണ്ടും ഏറെ കഠിനമായ ഒരു ജീവിതചര്യ തുടരുന്ന ഒരു സന്യാസ സമൂഹത്തിലേക്ക് ഇവർ പ്രവേശിക്കുന്നത്. വളരെ താല്പര്യപൂർവ്വം പ്രാർത്ഥിക്കാനും ഭക്തകൃത്യങ്ങൾ അഭ്യസിക്കാനും തപശ്ചര്യകളിലൂടെ മുന്നോട്ട് പോകാനും ആഗ്രഹിച്ചിരുന്ന ബെർണാർദ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവിടുത്തെ ആശ്രമ ശ്രേഷ്ഠനായിരുന്ന സ്റ്റീഫൻ, ആ ആശ്രമാധിപനെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു അന്തേവാസിയായി മാറി. ബെർണാർദ് ആശ്രമത്തിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ദൈവിക ചിന്ത തൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞങ്ങൾ മൈനർ സെമിനാരിയിലായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആത്മീയ പിതാവായിരുന്ന ഒരു ആൻ്റണി മാളിയേക്കിലച്ചനുണ്ട്. ആൻ്റണി മാളിയേക്കിലച്ചൻ നൈറ്റ് പോയിന്റ്സ് തരാനായിട്ട് വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് വിശുദ്ധ ബെർണാർദിനെ കുറിച്ച് പറയുമായിരുന്നു. ബെർണാർദിനെ കുറിച്ച് പറയുമ്പോൾ ആന്റണിയച്ചൻ ബെർണാർദിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വചനം പറയാറുണ്ട്. ബെർണാർദേ ബെർണാർദേ ആദ് ക്വിദ് വെനീസ്തി. അന്ന് അച്ഛൻ ഞങ്ങളെ ലാറ്റിനും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും അത് മുഴുവൻ മനസ്സിലാകുമായിരുന്നില്ല. എങ്കിലും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ഓർത്തിരിക്കുകയാണ് ബെർണാർദിനെ കുറിച്ച്. ബെർണാർദേ ബെർണാർദേ ആദ് ക്വിദ് വെനീസ്തി. അർത്ഥം ഇതാണ്: ബെർണാർദേ ബെർണാർദേ, നീ എന്തിനാണ് ഇവിടെ വന്നത്? ഈ ബെർണാർദ് പരിശീലന കാലഘട്ടത്തിൽ എല്ലാ ദിവസവും രാവിലെ തന്നോട് തന്നെ ചോദിക്കുമായിരുന്നു, നീ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു പക്ഷേ ഈ വിശുദ്ധനെ പരിചയപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാനും നിങ്ങളുമൊക്കെ ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. നാം ഏർപ്പെടുന്ന മേഖലകളിൽ, ദൈവമേൽപ്പിച്ച ദൗത്യങ്ങളിൽ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ, വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
കൂടെ കൂടെ നമുക്കൊന്ന് നമ്മളോട് തന്നെ ചോദിക്കാൻ കഴിഞ്ഞാൽ, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഈ ഒരു ചോദ്യം അത് നമ്മുടെ ജീവിതത്തെ കുറെ സ്വാധീനിക്കാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. ബെർണാർഡ് ആ ഒരു പരിശീലന കാലഘട്ടം പൂർത്തിയാക്കിയപ്പോൾ ആശ്രമാധിപൻ ബെർണാർഡിനെ വേറൊരു ഗ്രാമത്തിലേക്ക്, ഒരു കുഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. 12 മറ്റു സഹോദരങ്ങളോട് കൂടെ ബെർണാർഡിനോട് പറഞ്ഞു, അവിടെ പോയി മറ്റൊരു ആശ്രമം ആരംഭിക്കുക. അങ്ങനെയാണ് ഈ ക്ലെയർവോയ് എന്ന് പറയുന്ന ആ ഒരു പേരിലേക്കുള്ളൊരു ആശ്രമമായിട്ട് അത് രൂപപ്പെടാനായുള്ള സാഹചര്യങ്ങൾ ബെർണാർഡ് ഉണ്ടാക്കുന്നത്. ബെർണാർഡ് അവിടെ ചെന്നു, ഒരു പുതിയ ആശ്രമം ആരംഭിച്ചു. ആ ഒരു ആശ്രമത്തിൻ്റെ അധിപനായി തുടർന്നു. ഇനി അവിടെ മാത്രമല്ല, പിന്നീട് ജർമ്മനിയിലും ഫ്രാൻസിലുമായിട്ട് 136-ലേറെ ആശ്രമങ്ങൾ ബെർണാർഡ് തന്നെ സ്ഥാപിച്ചതായിട്ടാണ് ബെർണാർഡിൻ്റെ ജീവചരിത്രം പറയുന്നത്. എന്തായിരുന്നു ബെർണാർഡിലുണ്ടായിരുന്ന പ്രത്യേകത? ദൈവം നയിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ ഏറെ താല്പര്യം കാണിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു ബെർണാർഡ്. ഞാനിതിന് മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്, നാം നടക്കുന്ന വഴിയിൽ നിന്ന് മാറി ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെയുള്ളൊരു സഞ്ചാരം, അതാണ് വിശുദ്ധി. ബെർണാർഡ് അത്തരത്തിലുള്ള ഒരു വിശുദ്ധിയുടെ മാർഗം നയിച്ചു തുടങ്ങിയപ്പോഴാണ് ബെർണാർഡിൻ്റെ അപ്പനും പിന്നീട് ഏക സഹോദരിയും അവരും സന്യാസ ജീവിതത്തിലേക്ക് വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത് ആ കുടുംബം എപ്രകാരം ദൈവിക മൂല്യങ്ങളിൽ ഈ മക്കളെ വളർത്താൻ പരിശ്രമിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രത്യേക ശാസ്ത്രം തന്നെയായിരുന്നു. ഒരു പക്ഷേ എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കൾ, കുടുംബം ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നാം നൽകുന്ന പ്രയോറിറ്റീസ്. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നാം ഏത് രീതിയിലാണ് അവരെ പരിശീലിപ്പിക്കുന്നത്? അവർക്ക് ചെറുപ്പത്തിലെ നാം കൊടുക്കുന്ന പരിശീലനമാണ് അവരേറെ വലുതായാലും അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുക. ഈ അടുത്ത നാളിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത പങ്കുവെക്കുന്നത് മാധ്യമങ്ങളിലൂടെ കേൾക്കാനായിട്ടിടയായി. 9 വയസ്സുള്ള കുഞ്ഞ് ഹൃദയ സംബന്ധമായ അസുഖവുമായി ആശുപത്രിയിലായിരുന്നപ്പോൾ എല്ലാ ഡോക്ടേഴ്സും വിധി എഴുതിയത് ഈ കുഞ്ഞിന് ഇനി ജീവിക്കാൻ മാക്സിമം 6 മാസം എന്ന് പറയുമ്പോഴാണ് ഏറ്റവും പ്രശസ്തനായ ഒരു കാർഡിയാക് സർജൻ്റെ അടുക്കിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്നത്. അദ്ദേഹവും പറഞ്ഞു ഈ കുഞ്ഞ് ജീവിക്കാൻ സാധ്യതയില്ല. എങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ കുഞ്ഞിനെ അവർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ട്. ഓപ്പറേഷൻ ടേബിളിൽ ഈ കുഞ്ഞിനെ കിടത്തിയപ്പോൾ ഈ കുഞ്ഞ് ഈ ശൈലേഷ് മൂർത്തി എന്ന് പറയുന്ന പ്രസിദ്ധനായ കാർഡിയാക് സർജനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടത്രേ. കുഞ്ഞ് ചോദിച്ചത്, ഡോക്ടർ അങ്കിളെ, എൻ്റെ ഹൃദയം അങ്ങ് തുറന്നു നോക്കുമോ? ഡോക്ടർ പറഞ്ഞു, മോള് പേടിക്കണ്ട, മോൾക്ക് യാതൊന്നും സംഭവിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ മോൾ ഉറങ്ങും. ഉറങ്ങുന്ന സമയത്ത് അങ്കിള് മോൾക്ക് വേദന എടുക്കാത്ത രീതിയിൽ ഇതെല്ലാം ചെയ്തോളാം. എങ്കിലും കുട്ടി പിന്നെയും ചോദിച്ചു, ഡോക്ടർ അങ്കിൾ പറയേ, എൻ്റെ ഹൃദയം തുറന്നു നോക്കൂ. ഡോക്ടർ പറഞ്ഞു, തുറന്നു നോക്കൂ. ഈ കൊച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അങ്കിള് പറയണം. മാത്രമല്ല, ആ ഈശ്വരൻ്റെ രൂപം എങ്ങനെയാണ് അതും എന്നോടൊന്ന് പങ്കുവയ്ക്കണം. ഈ ഡോക്ടർ ഓപ്പറേഷൻ നടത്തി. ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ ഡോക്ടറിന് എല്ലാ പ്രതീക്ഷകളും കൈവിട്ട രീതിയിലായിരുന്നു. ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാത്തൊരവസ്ഥ എത്തിയപ്പോൾ ഡോക്ടർ ഡോക്ടർമാരോട് പറഞ്ഞു, ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല, ഈ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് റീസ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടർ പെട്ടെന്ന് ഒരു ഡ്രോപ്പ് ബ്ലഡ് ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്നത് കാണുന്നത്. ഉടനെ ഓപ്പറേഷൻ ടേബിൾ ആക്റ്റീവായി, എല്ലാവരും വളരെ സജീവമായി.
ഈ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ കുഞ്ഞിനെ കാണാനായിട്ട് ഡോക്ടർ വരുന്ന സമയത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ കുഞ്ഞ് എന്നെ കാണുമ്പോൾ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്: ഹൃദയം തുറന്നപ്പോൾ അങ്കിള് ഈശ്വരനെ കണ്ടോ? ഈശ്വരൻ ഏത് ഷേപ്പിലായിരുന്നു? APJ അബ്ദുൽ കലാം ഒട്ടും ശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഉടനെ മറുപടി കൊടുത്തു: യെസ്, യു സോ ഗാഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. ഒരു തുള്ളി രക്തത്തിൻ്റെ ആ രൂപത്തിൽ, ഭാവത്തിൽ ഈശ്വരനെ ഡോക്ടർ കണ്ടല്ലോ എന്ന് പറഞ്ഞു. 9 വയസ്സായ ഒരു കുഞ്ഞിന് ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു ഈശ്വരനെ കുറിച്ചുള്ള അറിവ് പങ്കുവെച്ചു കൊടുത്തത് ആരാ? മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളുടെ വിശുദ്ധ ജീവിതമാണ് കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതെന്ന് പറയാൻ വേണ്ടി ഞാനിതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പ്രിയമുള്ളവരെ, ബെർണാർഡ് തൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാളിലെ സ്വീകരിച്ച ആ ഒരു ദർശനം തുടർന്ന് തൻ്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തിക്കൊണ്ടുപോയി. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാർപ്പാപ്പമാർ പോലും വിശുദ്ധ ബെർണാർഡിനെ തേടിയെത്തുമായിരുന്നു. ശാശ്വതമായൊരു പരിഹാരം എങ്ങനെ കണ്ടെത്താനായിട്ട് കഴിയും? സഭയിൽ 12-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ ഒരു ഛിദ്രം സംഭവിച്ചിരുന്നു. മാർപ്പാപ്പമാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ വിശുദ്ധ ബെർണാർഡ് പ്രത്യേകമായിട്ട് കർദിനാളന്മാരെ കാണാനും സഭയിലുണ്ടായ ഈ അന്തഛിദ്രം ഒഴിവാക്കിക്കൊണ്ട് ശരിയായ ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാർപ്പാപ്പയെ കണ്ടെത്താനായിട്ട് സഭയെ ശക്തിപ്പെടുത്തിയ ഒരു സാന്നിധ്യമായി ബെർണാർഡ് മാറുന്നുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ നമ്മുടെ സഭ നേരിട്ട ഒരു വലിയൊരു പ്രതിസന്ധി വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു. നമുക്കറിയാം, ക്രിസ്തു ജനിച്ച് പരസ്യജീവിതം നയിച്ച് പീഡാസഹനം അനുഭവിച്ച് കുരിശുമരണവും ഉത്ഥാനവും ഒക്കെ സംഭവിച്ച ഇടങ്ങൾ, അത് ഒരു പ്രത്യേക മതവിഭാഗം ആസൂത്രിതമായി കൈയടക്കാൻ തുടങ്ങിയപ്പോൾ ഏത് രീതിയിലായിരിക്കണം ഈ സഭയെ സംരക്ഷിക്കേണ്ടത്, ഈ വിശുദ്ധ സ്ഥലങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ആ ഒരു വലിയ അനിശ്ചിതത്വത്തിൻ്റെ ഒടുവിൽ സഭാ നേതൃത്വം യൂറോപ്പിൽ നിന്ന് തീഷ്ണമതികളായ വിശ്വാസികളെ മധ്യപൂർവ്വ ദേശത്തേക്ക് അയക്കുകയും അവിടെയുള്ള വിശുദ്ധ സ്ഥലങ്ങളെ സംരക്ഷിക്കാനായി പ്രത്യേകമായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. അവരാണ് കുരിശ് യുദ്ധക്കാരെന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്, ക്രൂസൈഡേഴ്സ്. കുരിശുമായി ചെന്ന് ഈ സ്ഥലങ്ങളെയൊക്കെ വീണ്ടെടുക്കാനായി അവർ അത്രയേറെ പരിശ്രമിക്കുകയുണ്ടായി. വിശുദ്ധ ബെർണാർഡിനെ അന്നത്തെ മാർപ്പാപ്പ പ്രത്യേകമായി ചുമതലപ്പെടുത്തി യൂറോപ്പിലുടനീളം സഞ്ചരിച്ച് കുരിശ് യുദ്ധത്തിനായി, വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണത്തിനായി വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ആ ഒരു വലിയ ദൗത്യം. വിശുദ്ധ ബെർണാർഡ്, അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുക, അദ്ദേഹം മധുരമുള്ള മൊഴി പറയാൻ കഴിവുള്ള ഒരു വിശുദ്ധൻ എന്ന രീതിയിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നാവ് അത്രയും പ്രസിദ്ധമായിരുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാൻ ഒത്തിരിയേറെ ആളുകൾ ഓടിക്കൂടുമായിരുന്നു. അത്രയും സുന്ദരമായ വാഗ്ചാതുര്യമുണ്ടായിരുന്ന വിശുദ്ധ ബെർണാർഡ് സഭയെ സംരക്ഷിക്കാനായി ആളുകളെ ആഹ്വാനം ചെയ്തപ്പോൾ ഒത്തിരിയേറെ വിശ്വാസികൾ സഭാ സംരക്ഷണത്തിനായി തങ്ങളുടെ ജീവൻ ഹോമിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നതും ഒരു വലിയ ചരിത്രമായി നാം മനസ്സിലാക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക വണക്കവും ഭക്തിയും വിശുദ്ധ ബെർണാർഡ് എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന അമ്മ തന്നെ വിശുദ്ധ ബെർണാർഡിന് വെളിപ്പെടുത്തി കൊടുത്തതായിട്ടാണ് നാം മനസ്സിലാക്കുക. എന്നോട് സെമിനാരി കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു ആധ്യാത്മിക പിതാവ് പറയുമായിരുന്നു, ഏത് വിഷമം പിടിച്ച ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും 3 പ്രാവശ്യം എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി ആ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും അമ്മ നമ്മളെ സഹായിക്കുമെന്ന് ഇപ്പോഴും ഞാനത് ഓർക്കാറുണ്ട്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ അമ്മയെ വിളിച്ച് ഈ ഒരു പ്രാർത്ഥന ഞാൻ 3 പ്രാവശ്യം ചൊല്ലാറുമുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗവും കൂട്ടിച്ചേർത്തത് വിശുദ്ധ ബെർണാഡ് തന്നെയാണ്. മാതാവിനോടുള്ള പ്രത്യേക ഭക്തിയും മാതാവിലൂടെ ക്രിസ്തുവിലേക്കും ദൈവത്തിലേക്കും കൃത്യമായ രീതിയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രബോധനങ്ങളും വിശുദ്ധ ബെർണാഡ് സഭയ്ക്ക് നൽകുകയായിരുന്നു. ഈ വിശുദ്ധനെ ഇന്ന് നാം അനുസ്മരിക്കുമ്പോൾ നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈ വിശുദ്ധന്റെ ഉൾക്കാഴ്ചകളെ സ്വീകരിക്കാനും കൂടി നമുക്ക് കഴിഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് നമുക്ക് നൽകാവുന്ന ഒരു വലിയ പ്രചോദനമായി ഭവിക്കും. നമുക്കറിയാം, നമ്മുടെ സഭയും ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ പ്രതിസന്ധികളും സാഹചര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ വിശ്വാസികൾ എന്ന നിലയിൽ സഭയോട് ചേർന്ന് നിൽക്കാനും സഭയ്ക്കെതിരായ പ്രബോധനങ്ങളും സഭയ്ക്കെതിരായ നിലപാടുകളുമായിട്ട് നമ്മെ സമീപിക്കുന്നവരുടെ മുൻപാകെ കത്തോലിക്ക സഭയുടെ മക്കൾ എന്ന നിലയിൽ നമുക്കുള്ള വിശ്വാസം സധൈര്യം പ്രഘോഷിക്കാനും ആ വിശ്വാസത്തിൽ മറ്റുള്ളവരെ നിലനിർത്താനും കൂടി നമുക്ക് കഴിയുമ്പോഴാണ് ഈ വിശുദ്ധരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം നമ്മെ പ്രചോദിപ്പിക്കുന്നവരും സഹായിക്കുന്നവരുമായി മാറുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. 1153 തൻ്റെ 63-ാം വയസ്സിലാണ് വിശുദ്ധ ബെർണാഡ് ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞ അലക്സാണ്ടർ മൂന്നാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ 1174 വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തെ ഡോക്ടർ ഓഫ് ദി ചർച്ച്, സഭയുടെ വേദപാരംഗതനായി ഔദ്യോഗികമായിട്ട് സഭ പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യവും നാം മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിൽ ദൈവാസ്തിത്വത്തെക്കുറിച്ച് അദ്ദേഹം നൽകിയ പഠനങ്ങൾ, മരിയ ഭക്തിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രബോധനങ്ങൾ, എളിമ എന്ന പുണ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, വിരക്തിയെക്കുറിച്ച് അദ്ദേഹം നൽകിയ ദർശനങ്ങൾ, ഇതൊക്കെ ഒത്തിരിയേറെ ഇന്നും ചിന്തനീയമായ വിഷയങ്ങളായി സഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സഭയുടെ ഒരു വേദപാരംഗതനായി സഭ പ്രഖ്യാപിച്ചതും. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധനെ ഇന്ന് നാം പരിചയപ്പെടുമ്പോൾ ഈ വിശുദ്ധൻ നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളെ 3 സംഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിശുദ്ധൻ എപ്പോഴും സെമിനാരി കാലഘട്ടത്തിൽ തന്നോട് തന്നെ ചോദിച്ച ചോദ്യം, ബെർണാർദേ ബെർണാർദേ ആദ് ക്യുദ് വെനീസ്തി, നീ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന ചോദ്യം ഞാനും നിങ്ങളും നമ്മളോട് തന്നെ ചോദിക്കാൻ ഈ വിശുദ്ധൻ നമ്മെ പ്രചോദിപ്പിക്കേണ്ടിയിരിക്കുന്നു. 2, ആനുകാലികമായ വിഷയങ്ങൾ സഭയെ പ്രതികൂലമായ രീതിയിലേക്ക് ബാധിക്കുമ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ സഭയോടൊപ്പം നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി ധീരമായി പോരാടുന്നവരായി മാറുക എന്നുള്ള വലിയ സന്ദേശവും വിശുദ്ധ ബെർണാഡ് നമുക്ക് നൽകുന്നുണ്ട്. അത് തെറ്റായ പ്രബോധനങ്ങളാകാം, സഭയെക്കുറിച്ച് മറ്റുള്ളവർ നൽകുന്ന തെറ്റായ കാഴ്ചപ്പാടുകളാകാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ വിശ്വാസത്തെ മുറുകെ പിടിക്കാനും വിശ്വാസത്തിൻ്റെ സംരക്ഷകനായി മാറാനുമുള്ള വലിയ ദൗത്യം, ഉത്തരവാദിത്വം ബെർണാഡ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. 3, പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും തൻ്റെ മാധ്യസ്ഥം വഴി സഹായിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമായി, സാന്നിധ്യമായി കൂടെ ഉണ്ടാകുമെന്ന് വിശുദ്ധ ബെർണാഡ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ ഈ അമ്മ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ ഒരു വലിയ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഈ ബെർണാർഡിൻ്റെ മാതൃക നമുക്ക് പ്രചോദനമായി ഭവിക്കണം.
സഭ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിൽ, അപകടകരമായ സാഹചര്യങ്ങളിലൂടെ വിശ്വാസി സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ സാക്ഷ്യമായി, സാന്നിധ്യമായി മാറാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ വിശുദ്ധർ നമ്മെ പ്രചോദിപ്പിക്കുന്ന സാന്നിധ്യമായിട്ട് മാറുക. ഇന്നേ ദിവസം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബെർണാർഡിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. സഭാ സംരക്ഷകരായി വിശ്വാസത്തിന് വേണ്ടി സാക്ഷ്യജീവിതം നയിച്ചുകൊണ്ട് ഉത്തമ കത്തോലിക്കരായി ജീവിക്കാൻ വിശുദ്ധ ബെർണാർഡ് നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ, സഹായിക്കട്ടെ.